എടത്തോരപ്പാ അങ്ങോട്ട് നോക്കണ. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. നന്ദി വേണോടാ, നന്ദി. പറയാൻ നല്ല സങ്കടമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ. കേരള രാഷ്ട്രീയത്തിലെ ആ കറുത്ത ദിനം ആഗതമാവുകയാണ്. 4 ദിക്കും ഞെട്ടുമാറുച്ചത്തിൽ നമ്മുടെ PC ജോർജ് ആ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള ജനപക്ഷം പാർട്ടി പൂർണ്ണമായി BJP ലയിക്കുന്നതാണ്. ജനപക്ഷം പാർട്ടി എന്നൊരു പാർട്ടി കേരളത്തിലുണ്ടാവില്ല. എല്ലാവർക്കും മനസ്സിലായി. 10 പ്രാവശ്യം കാര്യങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജോർജേട്ടാ, വല്ലാത്തൊരു പ്രഖ്യാപനമായിപ്പോയി. കുടുംബനാഥൻ നന്നല്ലെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകില്ല എന്ന് പറയുന്നതിൽ വല്ല സത്യമുണ്ടോ ചാക്കേരെ? PC ജോർജിന്റെ ജനപക്ഷമില്ലാത്ത കേരള രാഷ്ട്രീയം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇതെന്തായാലും വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. PCR എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല. അല്ല, ജോർജേട്ടൻ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം PC ജോർജിനെ അറിയാത്തവർ കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നാവും ചിലപ്പോൾ ഉത്തരം. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ദാ ശോഭേച്ചി നമ്മുടെ കൂടെയുണ്ട്. ശോഭേച്ചി, ജോർജേട്ടനെ അദ്ദേഹത്തെ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം പ്ലീസ്. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ശോഭേച്ചിയും BJP ആണ്, ഇനി ജോർജേട്ടനും BJP ആണ്. അത് RS-കാരൻ. വേണമെല്ലാം കെട്ടിയേക്കാം. അല്ല, ഒരു ഷോയാ. പക്ഷെ അത് ഈ രക്ഷാബന്ധൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ കെട്ടിക്കാം. അപ്പോൾ ജോർജേട്ടാ, നിങ്ങളിനി അങ്ങോട്ട് മുഴുവൻ സമയ BJP ആണല്ലേ? എന്തോ ദുഷ്ടാണല്ലോ ചോദ്യം. അപ്പോൾ BJP കാരനാകുമ്പോൾ മോദിജിയെ കുറിച്ച് 4 വാക്ക് പറയണ്ടേ? എന്നാൽ നിങ്ങൾ തുടങ്ങിക്കോളി. മോദിജിയെ കുറിച്ച് 2 വാക്കെങ്കിലും പറയൂ. ആരെന്ത് പറഞ്ഞാലും ഇന്ത്യ മഹാരാജ്യത്ത് മോദിജി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ ഭരണത്തിലിരിക്കുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുക. അതെ ജോർജേട്ടാ, ഇപ്പോൾ പറഞ്ഞതൊക്കെ കൊള്ളാം. അതിപ്പോൾ ഇന്നാട്ടിലെ BJP-ക്കാർ മുഴുവൻ പാടി നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചു കാലം മുന്നേ ഈ മോഡിജിയെക്കുറിച്ച് ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണം. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം? പണ്ട് കുറ്റം പറഞ്ഞു, പണ്ട് നല്ലതല്ലെന്ന് തോന്നുമ്പോൾ നല്ലതെന്ന് പറയും, നല്ലതാണെന്ന് തോന്നുമ്പോൾ നല്ലതാണെന്ന് പറയും. അതല്ലേ അതിന്റെ മാന്യത. ഓ, അങ്ങനെ നിങ്ങൾ മറ്റേ നിലപാടിൻ്റെ ആളാണല്ലോ അല്ലേ? എൻ്റെ അപ്പ, ഇമാതിരി ഒരു നിലപാട്. ഒരു കണക്കിന് ജോർജേട്ടാ, നിങ്ങൾ BJP-യിലെത്തിയത് നന്നായി. കാരണം നിലപാടിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കുറച്ചുകൂടി മുന്നിലാണ് സുരേട്ടൻ. സംശയമുണ്ടെങ്കിൽ കീഴാറ്റൂർ ബൈപ്പാസ് സമരവുമായി ബന്ധപ്പെട്ട് സുരേട്ടൻ്റെ ഒരു നിലപാട് എടുത്തു നോക്കാം. അതൊന്നും പറയണ്ട. കീഴാറ്റൂർ സമരം, കീഴാറ്റൂർ സുരേഷ് എന്തായിരുന്നു പേര്? ഇത് സുരേട്ടൻ്റെ പല നിലപാടുകളിൽ ഒരു നിലപാടാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെല്ലാം. അതെ സുരേട്ടാ, നമ്മളിപ്പോൾ ഈ കീഴാറ്റൂരിൻ്റെ കാര്യം പറഞ്ഞു, കീഴാറ്റൂരിലെ നിങ്ങൾ നിലപാട് പറഞ്ഞു. അതിൻ്റെ കൂടെ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ കേരളയിലെ നമ്മുടെ സിൽവർ ലൈൻ കേരളത്തിൽ വരുമോ സുരേട്ടാ? സിൽവർ ലൈൻ ആര് വിചാരിച്ചാലും നടക്കില്ല. എഴുതി വെച്ചോളൂ, സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ ആര് വിചാരിച്ചാലും നടക്കില്ല. സതീശന് ഇത് കിട്ടിയിട്ടുണ്ടാവും. സിൽവർ ലൈൻ പദ്ധതിയെ അവസാനിപ്പിച്ചത് BJP-യുടെ ഇടപെടലില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം. സിൽവർ ലൈൻ പദ്ധതിയെ അവസാനിപ്പിച്ചതിന് യാതൊരു മനസാക്ഷി കുത്തും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് മനസാക്ഷി കുത്തുണ്ടാകാൻ പോയിട്ട് മനസാക്ഷി പോലും ഇല്ലെന്ന് നാട്ടുകാർക്കറിയാം. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി. ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അത് എൻ്റെ കുഴപ്പമല്ല. ശരി, സുരേട്ടൻ ഏതായാലും വലിയ യാത്രയിലൊക്കെ ആണല്ലോ. യാത്ര കോമഡി യാത്രയാണ്. എവിടെയാണ് യാത്രയെന്ന് സുരേട്ടന് പോലും ബോധ്യമില്ലാത്തൊരു യാത്രയാണ്. അതങ്ങനെ തുടരുന്നുമുണ്ട്. അതുകൊണ്ട് സുരേട്ടൻ തിരക്കിലാണ്. സുരേട്ടനെ തൽക്കാലം നമ്മളിവിടെ നിന്ന് പറഞ്ഞേക്കുകയാണ്. ജോർജേട്ടനിലേക്ക് തിരിച്ചു വരണം. ജോർജേട്ടാ, BJP ചേർന്നിട്ട് ഇനിയിപ്പോൾ എന്താ നിങ്ങളെ പ്ലാൻ? ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭയരഹിതമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നു. സുരേഷ് ഏട്ടാ, നിങ്ങൾക്ക് സന്തോഷമായല്ലോ അല്ലേ? കൂട്ടിരുതാ ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഏട്ടാ, എനിക്ക് ഇപ്പോഴും ചെറിയൊരു സംശയമുണ്ട്. ഈ അണ്ണൻ നിങ്ങളുടെ BJP-യിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു പഴയ ശാപമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇനി ആ ശാപമെങ്ങാനും ഏറ്റതാണോ? അപ്പോൾ അതാണല്ലേ കാര്യം.
ഇടിത്തി എന്ന് പറഞ്ഞെങ്കിലും ജോർജിനെ BJP-യിൽ എത്തിച്ചത് ഒരുപക്ഷെ EDT ആയിരിക്കണം. നീ ചുമ്മാ വാർത്താനം പറയാൻ ചേർക്കാം. രണ്ടുപേരും പോയി പറയാൻ പാടില്ല. എന്നെ കൂടെ വേണ്ടാത്തൊന്നും പറയിക്കല്ലോ, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ എൻ്റെ പൊന്ന് PC ചൂടാകല്ലേ, ഒരു തമാശക്ക് പറഞ്ഞതാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഇനി കുറച്ച് ഭക്ഷണ കാര്യം പറഞ്ഞാലോ. PC എങ്ങനെയാണ് PC-യുടെ ഇപ്പോഴത്തെ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയൊക്കെ? ബീഫൊക്കെ കഴിക്കാറുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ ഒന്നാം തരം കോഴീൻ്റെ ഇറച്ചി തിന്നാച്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇറച്ചി തിന്നും, മീൻ തിന്നും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നും. ആഹാ, അപ്പോൾ PC-യുടെ ഭക്ഷണം നല്ല റിച്ച് ഭക്ഷണമാണല്ലേ. ഈ BJP ചേരുമ്പോൾ ബീഫ് ഒരു പണിയാകുമോ PC? എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശമുണ്ടോ ഭക്ഷണ കാര്യത്തിൽ? ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു വെയിറ്റേറിനായാൽ എന്തായാലും ആ മാറ്റത്തിനുള്ള ശ്രമം കൊള്ളാം PC. ഒരു കാര്യമേ പറയാനുള്ളൂ, PC-യുടെ തടിയൊക്കെ നോക്കണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി 5 സീറ്റിലെങ്കിലും ജയിക്കുമെന്നാണല്ലോ PC പറയുന്നത്. അതിലൊന്ന് പത്തനംതിട്ടയാകാമെന്നും അവിടെ ജയിക്കുന്നത് PC ആകാമെന്നും ഒക്കെ ചിലർ പറയുന്നുണ്ട്. അല്ല, PC അങ്ങനെ പറഞ്ഞെന്നല്ല കേട്ടോ. കാരണം പാർട്ടി നിർദ്ദേശിക്കുന്നതോ അത് കേൾക്കുക എന്നുള്ളതല്ലാതെ PC-ക്ക് എന്താ പ്രത്യേകത? അല്ല, പത്തനംതിട്ട പാർലമെന്റ് നിയമനം നല്ല സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ശരി ജോർജ് ചേട്ടാ, നമുക്ക് കാണാം. ഇനി കാണുമ്പോൾ ഏത് മുന്നണിയിൽ ഉണ്ടാകുമെന്ന കാര്യം മാത്രം എനിക്കും അറിയില്ല, PC-ക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. എന്തോ